അന്തരിച്ച CPIM നേതാവും മുൻ മന്ത്രിയുമായ TK രാമകൃഷ്ണന്റെ മകനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയിലെ 8ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായാണ് MR യതീന്ദ്രൻ മത്സരിക്കുന്നത്. തിരക്കിട്ട പ്രചാരണ പരിപാടികളുമായി മത്സര രംഗത്ത് സജീവമാണ് യതീന്ദ്രൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടങ്ങിയ യതീന്ദ്രൻ കന്നി അംഗത്തിലാണ് ജനവിധി തേടുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭയിലെ CPIMന്റെ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ കാണാനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. മുൻ മന്ത്രി TK രാമകൃഷ്ണന്റെ മകനായ യതീന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ അനുഭവങ്ങൾ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമാണ്, പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ മത്സരമോ ആദ്യമല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് SFIയിലൂടെ ഇരുമനം ഹൈസ്കൂളിലാണ് പഠിച്ചത്. അന്ന് SFI അവിടെ വിജയിച്ചു. തുടർച്ചയായി SFI വിജയിക്കുന്ന അവിടെ 2 വർഷവും ഞാൻ തന്നെയായിരുന്നു സ്കൂൾ ലീഡറും ചെയർമാനും. പിന്നീട് ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിലും SFIയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എഞ്ചിനീയറിങ്ങിന് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അവിടെ സത്യത്തിൽ SFIയുടെ ഒരു യൂണിറ്റ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് ഞങ്ങളുടെ ബാച്ച് ചെന്നതിന് ശേഷം. സ്ഥാപക പ്രസിഡന്റും ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അച്ഛൻ്റെ പാത പിന്തുടർന്നെത്തുവാണല്ലോ. അപ്പോൾ അതിലെങ്ങനെയായിരുന്നു ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ സ്വീകരണം അല്ലെങ്കിൽ സ്വീകാര്യത എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ പാത പിന്തുടർന്നു വരുന്ന അങ്ങനെയുള്ള ഒരു പാരമ്പര്യം അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരിക്കലും മക്കളോ ബന്ധുക്കളെയോ നിർബന്ധിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്ന് ഓരോ സ്ഥാനങ്ങൾ പ്രദർശിക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. പക്ഷേ നമുക്കെല്ലാം വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. കുടുംബം അച്ഛൻ സ്വാധീനിച്ചിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മുടെ മനസ്സിൽ രാഷ്ട്രീയമുണ്ട്. അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഭരണ തുടർച്ചയാണല്ലോ ഇപ്പോൾ LDF മുന്നിൽ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത്തവണ അതിന് വെല്ലുവിളികൾ ഉണ്ടാകുമോ ഏതെങ്കിലും ഭാഗത്തു നിന്ന്? അതോ ഭരണം പിടിക്കുമോ? ഭരണം പിടിക്കും. വെല്ലുവിളികൾ ഒന്നും കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാവില്ല. കാര്യം ഭരണ തുടർച്ച തൃപ്പൂണിത്തുറ നഗരസഭയിൽ തുടർച്ചയായി കഴിഞ്ഞ 2 ടേം, അതായത് 10 വർഷം തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു നഗരസഭയാണ് തൃപ്പൂണിത്തുറ. ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഈ നഗരസഭയുടെ എല്ലാ മേഖലകളിലും, റോഡ്, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, അതുപോലെ പ്രാഥമികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുത്ത് വികസനത്തിലേക്ക് കുതിച്ചുചാടുന്ന ഒരു തൃപ്പൂണിത്തുറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെ നടക്കുന്നു? അപ്പോൾ എങ്ങനെയാണ് സാധ്യതകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ എങ്ങനെയാണ്? പ്രചരണ പരിപാടികൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. 100% വിജയപ്രതീക്ഷയാണ്. ആത്മവിശ്വാസം 100% ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെയും പ്രതീക്ഷ. ഇതെല്ലാം പാർട്ടിയുടെ സഖാക്കളാണ്. ഇവരെല്ലാം ആത്മാർത്ഥമായി 24 മണിക്കൂർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെ തിരക്കിട്ട പ്രചരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണയും ഭരണ തുടർച്ച LDF ഉണ്ടാവുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. അപ്പോൾ ക്യാമറമാൻ മുഹമ്മദിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.